ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെയും കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. റീഡിംഗ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയെ ഓർത്തുകൊണ്ട് ഈ ഒരു റീഡിംഗ് കാണുവാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും കറണ്ട് എനർജി എന്നുള്ളത്. നമുക്ക് നോക്കാം. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 6 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അതായത് ഈ ഒരു വ്യക്തിയുമായിട്ട് ഈ ഒരു അടുത്ത സമയത്തായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇവിടെ ഒരാൾ കൂടുതൽ കൊടുത്തു, അതുപോലെ തിരിച്ച് മറ്റൊരാളിൽ നിന്നും കൊടുത്തതുപോലുള്ള കാര്യങ്ങളൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് കെയർ, ലവ് ഇതൊക്കെ കൂടുതൽ കൊടുത്തു, പക്ഷെ ആ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് അതുപോലെ തിരിച്ചു കിട്ടാത്ത ഒരു എനർജിയാണ് ആദ്യം തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്യൂൺ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അതായത് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ അമിതമായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് രാത്രി സമയങ്ങളിൽ ഉറക്കമില്ല എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓവർ തിങ്കിങ്, അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നമായിട്ട് കാണിക്കുന്നത്. പക്ഷേ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇത് നിർത്താനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്യൂൺ ഓഫ് പെന്റക്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണെന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുവാനായിട്ടാണ് പറയുന്നത്. അല്ലാതെ ഈ ഒരു വ്യക്തിയിൽ നിന്നും എനിക്ക് സ്നേഹം ലഭിച്ചില്ല, അതല്ലെങ്കിൽ ഞാൻ കൊടുത്ത ആ ഒരു കെയർ അത് ആളിന്റെ കയ്യിൽ നിന്നും എനിക്ക് ലഭിച്ചില്ല എന്നുള്ള ചിന്തയിൽ ഇരിക്കാതെ എത്രയും പെട്ടെന്ന് നിങ്ങളുടേതായ കാര്യങ്ങളിലോട്ട് ഫോക്കസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു കാർഡ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പുറത്തോട്ടൊന്നും ഇറങ്ങാതെ വീടിനുള്ളിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒരു എനർജി ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. പകരം നിങ്ങൾ പ്രകൃതിയിലോട്ട് ഒന്നുമല്ലെങ്കിൽ നിങ്ങളൊന്ന് നടക്കുവാനായിട്ടെങ്കിലും ശ്രമിക്കുക എന്നാണ് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു ആവശ്യമുണ്ട്. കുറച്ചൊന്ന് പ്രകൃതിയുമായിട്ട് അതായത് ഒന്ന് നടക്കുക, അതല്ലെങ്കിൽ ഒരു ഫ്രഷ് എയറൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് പോയി ഒന്ന് ഇരിക്കുക. അതായത് പ്രകൃതിയെ ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുക. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾ പുറത്ത് ഒന്ന് എത്രയും പെട്ടെന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി നടക്കുക. വീടിനുള്ളിൽ തന്നെ ഒതുങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അതായത് ഈ ഒരു വ്യക്തിയും ഓർത്ത് വീടിനുള്ളിൽ തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ അത് നിർത്തിയ ശേഷം ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് ഒന്ന് നടക്കുക. അതാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഇവിടെ കർമ്മ പ്രവർത്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ വളരെയധികം വേദനയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഒരു കർമ്മ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങളെ ഈ ഒരു സമയത്ത് വളരെയധികം വേദനിപ്പിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ആ ഒരു വ്യക്തി ഏത് രീതിയിലാണോ നിങ്ങളെ വേദനിപ്പിച്ചത് അതിനുള്ള ആ ഒരു കർമ്മ തിരിച്ച് ആ ഒരു വ്യക്തിയിലേക്ക് തന്നെ പോകുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെയും നിങ്ങൾ ഓർക്കുന്ന ആ ഒരു വ്യക്തിയുടെയും കറണ്ട് എനർജി എന്നുള്ളത്. ഇത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. അതായത് 8 ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. നിങ്ങൾ കുടുങ്ങിപ്പോയ ഒരു അവസ്ഥ പോലെ നിങ്ങൾക്ക് തോന്നുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അധികം ആരോടും മിണ്ടാതെ വീണ്ടും നമുക്കിത് മനസ്സിലാക്കി തരുന്നത് നിങ്ങൾ നിങ്ങളുടെ വീടിനുള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരു എനർജിയാണ്. അധികം ആരോടും മിണ്ടാനായിട്ട് താല്പര്യമില്ലാതെ ഇരിക്കുന്ന എനർജി. അതിന് കാരണം ഈ ഒരു വ്യക്തിയാണെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഈ ഒരു സങ്കടങ്ങളൊന്നും ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലും ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു തെറ്റുകൾ ബാധിക്കരുത് എന്നാണ് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ വിട്ട് പതിയെ പതിയെ നിങ്ങളുടെ കാര്യങ്ങളിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതല്ലെങ്കിൽ ഇവിടെ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്. നല്ല പല അവസരങ്ങളും നിങ്ങളുടെ ഇത്തരത്തിലുള്ള ചിന്തകൾ കാരണം ബ്ലോക്ക് ആകുമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അതായത് നിങ്ങളിലേക്ക് വരുന്ന നല്ല അവസരങ്ങൾ നിങ്ങളായിട്ട് തന്നെ നഷ്ടപ്പെടുത്താതിരിക്കുക എന്നാണ് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യം. നമുക്ക് നോക്കാം എന്താണ് ആ ഒരു വ്യക്തിയുടെ കറണ്ട് എനർജി. നിങ്ങൾ ഓർക്കുന്ന ആ ഒരു വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ 7 ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. അതായത് ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് യാതൊരു തരത്തിലുള്ള ഒരു സ്നേഹവും ഇല്ല എന്നാണ് കാണിക്കുന്നത്. അതായത് വൈകാരികമായിട്ട് അവർക്ക് നിങ്ങളോട് ഈ ഒരു സമയത്ത് ഒന്നുമില്ല. അവർ
ബൗണ്ടറി വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ താല്പര്യമില്ലാത്ത ഒരവസ്ഥയാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ കുറച്ച് വിഷമം ഉണ്ടാവാം, പക്ഷെ നിങ്ങൾ റിയാലിറ്റി അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ടാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് ആ ഒരു വ്യക്തിയുടെ കറണ്ട് എനർജി എന്നുള്ളത്. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 10 ഓഫ് വൺസ് ആണ്. അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവർക്കൊരു ഭാരമായിട്ട് തോന്നിയതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ആദ്യം ഇവർക്ക് വളരെയധികം ഒരു ഈ ഒരു ബന്ധത്തിൽ വളരെ നല്ല രീതിയിൽ പോയതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് പിന്നീട് ആയപ്പോൾ അവർക്ക് വളരെയധികം ഒരു ഭാരമായിട്ടൊക്കെ തോന്നി. അവർ അത് അതായത് ആ ഒരു ബന്ധത്തിൽ നിന്നും അവർ പതുക്കെ പോയി എന്നുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് നോക്കാം എന്താണ് ആ ഒരു വ്യക്തിയുടെ കറണ്ട് എനർജി എന്നുള്ളത്. നമുക്കിവിടെ ഡബിൾ കാർഡാണ് കിട്ടിയേക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങളോട് ഉണ്ടായിരുന്ന ആ ഒരു ഇഷ്ടം അവർക്ക് കുറച്ച് സമയത്തേക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരു ഇഷ്ടമായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു കാർമിക് റിലേഷൻഷിപ്പ്, ഒരു കാർമിക് കണക്ഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളും ഈ ഒരു എനർജിയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്തോട്ട് വരാനായിട്ട് സാധിക്കുന്നില്ല. അതിന് കാരണം ഈ ഒരു വ്യക്തിയോടുള്ള ആ ഒരു ബന്ധം തന്നെയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പതുക്കെ ഇതിൽ നിന്ന് ഒന്ന് പുറത്തോട്ട് വരിക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നേടാനായിട്ട് സാധിക്കില്ല എന്നാണ് ഈ ഒരു ഡബിൾ കാർഡ് പറയുന്നത്. അതായത് ആ ഒരു ശൃംഖലയിൽ നിന്നും നിങ്ങൾ പുറത്തോട്ട് വരിക. ഇപ്പോൾ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് പുറത്തോട്ട് വരിക. അതുപോലെ തന്നെ നിങ്ങൾ ഓർത്ത ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അത്ര നല്ലൊരു വ്യക്തിയൊന്നുമായിട്ട് കാണിക്കുന്നില്ല. ആളിന് എന്തൊക്കെയോ തരത്തിലുള്ള അതായത് കുറച്ച് മോശം സ്വഭാവ രീതികളൊക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ട് നമുക്കിവിടെ ഒരു എനർജി കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെയും നിങ്ങൾ ഓർക്കുന്ന ആ ഒരു വ്യക്തിയുടെയും കറണ്ട് എനർജി എന്നുള്ളത്. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 10 ഓഫ് സോർട്സ് ആണ്. അതായത് വേദനിപ്പിക്കുന്ന ഒരു എനർജി, അത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഈ ഒരു സമയത്ത് വേദനയിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു വേദനയിൽ തന്നെ നിങ്ങൾ കുടുങ്ങിയിരിക്കേണ്ട ആവശ്യമില്ല. പകരം നിങ്ങൾ അതിൽ നിന്നും പുറത്തോട്ട് വരിക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം തന്നെ ആയിരുന്നു എന്ന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ പുറത്തോട്ട് വരിക. അതുപോലെ തന്നെ 6 ഓഫ് സോർട്സ് കാണിക്കുന്നുണ്ട്. ഇത് പറയുന്നത് നിങ്ങൾ പുതിയൊരു ദിശ തേടി പോവുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു വിഷമങ്ങളൊക്കെ മാറ്റി വെച്ച ശേഷം പുതിയൊരു ദിശ തേടി പോവുക. അല്ലാണ്ട് ഈ ഒരു വ്യക്തിയെ മാത്രം ആലോചിച്ചിരുന്നിട്ട് പ്രത്യേകിച്ചൊന്നും നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.